കാരണം എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ലിവർ മാറ്റി വെച്ചാൽ മാത്രമേ കുഞ്ഞിന് ശരിയാകത്തുള്ളൂ കാരണം അത്രയും മോശപ്പെട്ടൊരവസ്ഥയിലായിരുന്നു ആ കുഞ്ഞ്. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ വയ്യാണ്ടായി കഴിഞ്ഞാൽ ലീവ് എടുത്ത സാലറി കട്ടാകും. ഈ നിമിഷം വരെ ദൈവമാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. ഒരു പിഞ്ച് കുഞ്ഞ് അലമുറയിട്ട് കരയുന്നത് കണ്ടപ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി തിരിഞ്ഞു നടക്കാൻ കഴിഞ്ഞില്ല വട്ടിയൂർക്കാവ് സ്വദേശിനി ശ്രീരഞ്ജിനിക്ക്. ആ കുട്ടി എന്തിനാണ് ഇങ്ങനെ അലറിക്കരയുന്നത് എന്ന് ആ കുട്ടിയുടെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറയുകയുണ്ടായി, കടുത്ത കരൾ രോഗമാണെന്ന്. പിന്നീട് ശ്രീരഞ്ജിനി ചേച്ചി ഒന്നും ആലോചിച്ചില്ല. തൻ്റെ ആരുമല്ലാത്ത ആ കുട്ടിക്ക് സ്വന്തം ജീവൻ തന്നെ പണയം വെച്ച് സ്വന്തം കരൾ പകുത്തു നൽകാൻ ചേച്ചി തയ്യാറായി. ഇപ്പോൾ എനിക്ക് 2-3 വാക്കുകളിൽ പറഞ്ഞ് ചേച്ചിയെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. ചേച്ചി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ എത്ര വർഷമായി ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട്? 9 വർഷം കഴിഞ്ഞു. എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? ആരോഗ്യസ്ഥിതി മോശമാണ്. പക്ഷേ ലിവർ കൊടുത്തതിൻ്റെ പേരിലാണോന്നൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടോ മോശമാണ്. കാരണം ഈ ഒരു ജോലി കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് തന്നെ. വേറെ ജോലി, വീട്ടു ജോലിക്ക് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോഴും 2-3 മാസത്തേക്ക് ഒരു നൈറ്റ് ഒരു വീട്ടിൽ ജോലിക്ക് പോകണം. ഒരു അമ്മ വയ്യാതെ കിടക്കുന്നുണ്ട്, നോക്കാനായിട്ട് പോകുന്നുണ്ട്. കാരണം ഇവിടുന്ന് കിട്ടുന്ന എനിക്ക് ചെറിയൊരു വരുമാനമാണ്. അതിൽ വാടകയും എൻ്റെ കടബാധ്യതകളൊന്നും തീരത്തില്ല. പിന്നെ ഈ വീട് പണിയൊക്കെ പകുതി കിടക്കുന്നു. പകുതി എന്ന് പറഞ്ഞാൽ പേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് ഫുള്ളും കാട് പിടിച്ച് കിടപ്പുണ്ട്. അപ്പം വീട് പണിക്ക് കൊടുത്ത ആളൊന്ന് ഒരുപാട് തവണ പറഞ്ഞായിരുന്നു, അത് കാട് പിടിച്ച് കിടക്കുവാണ്, എന്തെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഇവിടെ കോർപ്പറേഷനിൽ നിന്ന് പൈസ തന്നായിരുന്നു. പക്ഷേ അത് തികയത്തില്ലല്ലോ. 2 ഗഡു തന്നു. അത് പേസ്മെൻറ്റ് കെട്ടാൻ മാത്രമേ ആയിട്ടുള്ളായിരുന്നു. കുറച്ച് പൈസ എനിക്ക് ഈ നമ്മുടെ കോർപ്പറേഷനിൽ നിന്ന് കുറച്ച് കല്ല് കിട്ടിയ 2 വർഷം മുന്നേ. അപ്പോൾ അതിൽ എടുക്കാൻ തന്നെ കുറേ പൈസ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കടങ്ങളും തീർക്കണം, ലോണുണ്ട്, പലിശക്കടമുണ്ട്, പിന്നെ വാടക കൊടുക്കണം, പിന്നെ എൻ്റെ ആഹാരത്തിന് വേണ്ടിയിട്ടും ഒന്നും കാണത്തില്ല ശരിക്കും പറഞ്ഞാൽ. എല്ലാം കൂടെ ഒരു മാസം 10-25,000 രൂപ തന്നെ എനിക്ക് വാടകയും ലോണും ഒക്കെ ആയിട്ട് കടമൊക്കെ ആയിട്ട് അത് പലിശയൊക്കെ കൊടുക്കാനായിട്ട്. കിട്ടുന്ന പൈസ എല്ലാം ഞാനിങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കും, വീണ്ടും കടം വാങ്ങും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ കുഞ്ഞിനിങ്ങനെ ഒരു കരൾ ദാനം ചെയ്യണമെന്ന് തോന്നിയൊരു സാഹചര്യം എന്തായിരുന്നു? അത് ഞാൻ ആശാവർക്കറാകുന്ന സമയത്ത് പോളിക്ക് തുള്ളിമരുന്ന് കൊടുക്കാൻ പോയപ്പോഴാണ് കുഞ്ഞിനെ കാണുന്നത് തന്നെ. അപ്പോൾ അവൾക്ക് 10 മാസം പ്രായമുണ്ടായിരുന്നു. അന്നേരം ഞാൻ അവരോട് ചോദിച്ചായിരുന്നു, കുഞ്ഞിൻ്റെ അമ്മയോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലിവർ മാറ്റി വെച്ചാൽ മാത്രമേ കുഞ്ഞിന് ശരിയാകത്തുള്ളൂ കാരണം അത്രയും മോശപ്പെട്ടൊരവസ്ഥയിലായിരുന്നു ആ കുഞ്ഞ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര ഒരു സങ്കടമായി. പൊതുവേ എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോഴും എന്നല്ലേ അന്നും കുഞ്ഞുനാൾ മുതലേ അങ്ങനെ തന്നെ. അപ്പോൾ ആ ഒരു മോശപ്പെട്ടൊരവസ്ഥ കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ലിവർ മാറ്റി വെച്ചാൽ കുഞ്ഞ് രക്ഷപ്പെടും എന്ന് പറയുന്നുണ്ടെന്ന്. ഒരുപാട് പേര് വരുന്നിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ഒന്നും മാച്ചായിട്ടില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാനാ പറഞ്ഞത് ഈ എൻ്റെ ലിവർ കൊടുക്കാമെന്ന് പറഞ്ഞത്. കാരണം ഒന്നും ആലോചിച്ചില്ല. അപ്പോഴേ എനിക്കങ്ങനെ പറയാനാണ് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അംഗൻവാടിയിലെ ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ ഇങ്ങനെ എന്ത് കൂടുതൽ അമ്മയോട് ചോദിക്കാൻ നിന്നില്ല കേട്ടോ. കാരണം അവർ അപ്പോഴേ തന്നെ കരയാൻ തുടങ്ങിയിരുന്നു. ഞാനും ഒരു അമ്മയാണ്ട് എനിക്കറിയാം വിഷമം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആ അംഗൻവാടി ടീച്ചറാണ് എന്നോട് പറഞ്ഞത് ഇതുപോലെ ലിവർ മാറ്റി വെച്ചാൽ കുഞ്ഞ് രക്ഷപ്പെടും, ഒരുപാട് പേര് വരുന്നെങ്കിലും ഒന്നും ശരിയാകുന്നില്ല. അപ്പോൾ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞ് അത് പറ്റത്തില്ല, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. ഇല്ല ടീച്ചറെ ഞാൻ കൊടുക്കാം, എൻ്റെത് മാച്ചാവുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് അത് അങ്ങനെ ശരിയാവത്തില്ല, ആരും ഇല്ലല്ലോ നോക്കാനായിട്ട്, സാമ്പത്തികവും ഇല്ല, ആളും ഇല്ലാതെ എങ്ങനെ അത് തരണം ചെയ്യാൻ പറ്റും, സർജറി കഴിഞ്ഞാൽ ഒരുപാട് ഇതാവുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ടീച്ചറെന്ന് പറഞ്ഞു ദൈവം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ നിമിഷം വരെ ദൈവമാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു വീട്ടുകാരുടെ എൻ്റെ അമ്മ സുഖമില്ലാത്തത്, മെൻ്റൽ പേഷ്യൻ്റാണ്. അപ്പോൾ ഞാൻ അച്ഛനോടല്ല ആദ്യം പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇളയ അനിയനോടാണ് പറഞ്ഞത്. അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു.
അപ്പോൾ അപ്പോൾ അവൻ പറഞ്ഞു അച്ഛനോടുകൂടെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ശരി, നല്ല കാര്യമാണെന്ന് പറഞ്ഞു. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ അത് കാര്യത്തിലെടുത്തില്ല. അത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് തന്നെ. അച്ഛൻ പറഞ്ഞു ഞാൻ ശരിയെന്ന് പറഞ്ഞു. അച്ഛൻ അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ കൂടെ അതായത് രക്ഷാകർത്താവായിട്ട് അച്ഛൻ വരേണ്ടി വരും ഒപ്പിടാനൊക്കെ. ഞാൻ വരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ സർജറിക്ക് വേണ്ടി കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പേപ്പർ വർക്കെല്ലാം ഉണ്ട്. ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം ഓടി നടന്നത്. അപ്പോൾ സർജറി ഈ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അതിന് മുന്നേ എനിക്ക് രക്തക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ കൊച്ചിൻ്റെ ഭാഗ്യമാണെന്ന് തോന്നുന്നു, എനിക്ക് HB കൂടി സ്റ്റേബിളായ ഒരു ഇതായിരുന്നു. അപ്പോൾ തന്നെ ഒരു പോസിറ്റീവ്, കാരണം അത്രയും തൈറോയ്ഡ് ഉണ്ടെന്ന് പറഞ്ഞു. തൈറോയ്ഡ് ഉണ്ട്, മുഴയുണ്ട്. അപ്പോൾ സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്ന ഒരു സമയമായിരുന്നു. എനിക്ക് ഈ ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ എനിക്ക് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല, ബ്ലഡ് കുറവാണെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു. അന്നേരം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇനി ഞാൻ വിളിക്കാത്തൊരു ദൈവങ്ങളും ഇല്ല ശരിക്കും പറഞ്ഞാൽ, അത് നടക്കണമെന്ന് വിചാരിച്ചിട്ട്. എല്ലാ ദൈവങ്ങളും, എല്ലാ മതത്തിലുള്ള ദൈവങ്ങളെയും ഞാൻ മുറുകെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എനിക്ക്. HB വളരെ പെട്ടെന്ന് കൂടി, എന്തുകൊണ്ടോ ഭഗവാന്റെ ഒരു ഇതായിരിക്കാം. പിന്നെ തൈറോയ്ഡ് ഇല്ല. അപ്പോൾ എനിക്ക് ഒരു പോസിറ്റീവ്, ഇതെന്തായാലും നടക്കും. എന്നാലും കുറേ കടമ്പകൾ വീണ്ടും ഉണ്ട്, ടെസ്റ്റുകൾ, ഓരോ കാര്യങ്ങളൊക്കെ. എല്ലാത്തിനും പോവും, ലോട്ടറി കടയിൽ പോവും. ഒന്ന് ആശാ വർക്കറാണ്. അത് തുച്ഛമായ പൈസയാണ്, പക്ഷേ അത് മാസം തോറും കിട്ടത്തില്ല. അപ്പം ഞാൻ ലോട്ടറി കടയിൽ കൊണ്ട് പോകും. ഉച്ചവരെ ഇരിക്കുമ്പോൾ 300 400 എന്തോ കിട്ടുമായിരുന്നു. അപ്പോൾ അതിന് പോകും. അപ്പം ലോട്ടറി തട്ടിൽ, നമ്മൾ റോഡിൽ തട്ട് വെച്ചിട്ടില്ലേ, ചെറിയ തട്ടുകൾ, കുടകര കീഴിലിരിക്കാനായിട്ട്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അവർ രാവിലെ ഞാൻ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കയറും. ഉച്ച 2-3 മണി വരെ ഇരിക്കും. ടിക്കറ്റ് തീർന്ന ഉടനെ കണക്കേൽപ്പിച്ചിട്ട് എനിക്ക് പോരാം. അപ്പം ഡെയിലി ശമ്പളം തരും. അപ്പോൾ എൻ്റെ ചിലവും കാര്യങ്ങളും നടന്നു പോകുമല്ലോ. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇതിനും പോവും. ഇതിനിടയിൽ ടെസ്റ്റ്, എൻ്റെ സമയത്തിനനുസരിച്ച് ആ ടെസ്റ്റുകളിനൊക്കെ പോകുന്നത്. രാവിലെ പോവേണ്ടതാണെങ്കിൽ രാവിലെ തന്നെ പോകും. അതല്ല ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതിയെങ്കിൽ ഇത് ജോലി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം പോകും. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഈ പേപ്പർ വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിന് ഞാൻ തന്നെ ഓടി നടന്നത്. കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ മേടിക്കണമായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോഴാണ് അച്ഛനും സഹോദരനും വന്നാലേ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് അച്ഛനെ വിളിച്ച്, അനിയനെ വിളിച്ചു പറഞ്ഞു അച്ഛനെയും കൂട്ടിയിട്ട് പെട്ടെന്ന് വരുമോ, ഇതുപോലെ അച്ഛൻ വന്നാലേ പറ്റത്തുള്ളൂ, നീയും കൂടെ പോരെന്ന് പറഞ്ഞു. അപ്പോൾ അവന് വന്നു. അവൻ വന്നിട്ട് അച്ഛനെയും കൊണ്ടുവന്നു. അപ്പോൾ അച്ഛൻ വന്നപ്പോഴേയും പോലീസുകാർ ചോദിച്ചു, നിങ്ങളുടെ മോള് ഇങ്ങനെ ലിവർ കൊടുക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് സമ്മതം തന്നെ? അച്ഛൻ അങ്ങ് പെട്ടെന്ന് കരഞ്ഞു. അച്ഛൻ കരഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ അച്ഛൻ വേണ്ടാന്ന് പറയുമോ, കാരണം രക്ഷകർത്താക്കൾ എതിർത്ത് കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു, കൊടുക്കാൻ പറ്റില്ലെന്ന് പേടിയുണ്ടായിരുന്നു. അച്ഛൻ ഭയങ്കരമായിട്ട് കരച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ ഇതെന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞ് അവളൊരു നിസ്സാര കാര്യം പോലെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞത്, ഞാനിങ്ങനെ കൊടുക്കാൻ പോവുകയാണെന്ന്. അപ്പം ഞാനത് കാര്യമായിട്ട് എടുത്തില്ല, വെറുതെ കളിക്ക് പറഞ്ഞതുപോലെ തോന്നി. ഇത്രയും സീരിയസ് ആണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അത് ചെയ്യണം, നല്ല കാര്യമല്ലേ, എൻ്റെ മോളങ്ങനെ ചെയ്ത്. ഇത്രയും നാൾ എൻ്റെ മോളെന്നുള്ള രീതിയിലായിരുന്നു. ഇനി അവൾ അച്ഛനാണല്ലോ ഞാനൊന്ന് അറിയപ്പെടൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഭയങ്കര ഒരു ഇതായിരുന്നു. അച്ഛനിപ്പോൾ ഇല്ല, മരിച്ചുപോയി. ഇപ്പോൾ അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ. ഒരു അനിയൻ, ഒരാങ്ങള കോഴിക്കോടാണ്. ഒരാൾ ലോട്ടറി തട്ട് നടത്തുക കരമന. എനിക്ക് 2 പേരാണ്, 2 ആൺപിള്ളേരാണ്. അവരച്ഛൻ്റെ കൂടെയാണ്. അവരാരും വരത്തൊന്നുമില്ല, വിളിക്കത്തുമില്ല. ശരിക്കും പറഞ്ഞാൽ റേഷൻ കാർഡിലെ പേര് പോലും വെട്ടിമാറ്റി. റേഷൻ കാർഡിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു 1-2 വർഷം വരെ അവരെ കോണ്ടാക്റ്റിലുണ്ടായിരുന്നു. പിന്നെ അവർ തന്നെ അത് വേണ്ടാന്ന് വെച്ച്. പിന്നെ ഞാനും ശല്യം ചെയ്യാൻ പോയില്ല, കാരണം അവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ, നമ്മളത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഇടയ്ക്ക് ഞാൻ കിംസിലായിരുന്നു സർജറിയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയുള്ളൊരു ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ, ഫ്രണ്ടല്ല അവിടുത്തെ സ്റ്റാഫാണ്, എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവിടെ ചെന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ പുള്ളിക്കാരൻ കുഴപ്പമില്ല ചേച്ചി, അവളെ സുഖമായിട്ടിരിക്കണുണ്ടെന്ന് പറയും. ചെക്കപ്പിനും കാര്യങ്ങളൊക്കെ പോകുമല്ലോ, അന്നേരം അറിയാം. അല്ലാണ്ട് കോണ്ടാക്ട്. പുതിയ വീട് വെക്കണമെന്നാണോ ആഗ്രഹം? കോർപ്പറേഷനിൽ നിന്ന് ലൈഫ് പദ്ധതിയിൽ നിന്നാണ് സ്ഥലം മേടിച്ചത്. 3 സെൻറ്റ് സ്ഥലം, 3-ാം മൂട് എന്നൊരു സ്ഥലത്ത് മേടിച്ചു, ഇവിടെ വട്ടിയൂർക്കാവിൽ തന്നെ. ബേസ്മെൻറ്റ് വരെ ആയി, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതുവരെ പണി ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരുപാട് പേരെടുത്ത് സഹായങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. പലർക്കും കത്തൊക്കെ കൊടുത്തായിരുന്നു സഹായിക്കണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ ഞാൻ അപ്പോൾ ഇവിടെ ചേട്ടൻ ശിവകൈലാസ് പറഞ്ഞ ചേട്ടനടുത്ത് പറഞ്ഞു, ചേട്ടാ എന്തെങ്കിലും ഒരു വഴി ചെയ്തു തരുമോ, എനിക്ക് വീട് പൂർത്തിയാക്കണം. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ വയ്യാണ്ടായി കഴിഞ്ഞാൽ ലീവ് എടുത്ത സാലറി കട്ടാകും. ഇവിടെ ഹെൽത്ത് സെൻ്റർ അറ്റൻഡറായിട്ട് തന്നെ
അതന്ന് ഞാൻ പറഞ്ഞില്ലേ 4 മാസമായപ്പോൾ എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അന്ന് ഇരുന്ന DPM കളക്ടറൊക്കെ ഇടപെട്ട് അന്ന് ആരൊക്കെയോ ചേർന്നിട്ടാണ് ഈ ജോലി ശരിയാക്കി തന്നത്. DPM കളക്ടറൊക്കെ ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയൂ. വേറെ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഈ 4 മാസമായപ്പോഴേ ജോലി തന്നത്. 4 മാസം കൊണ്ട് ആ ജോലി ചെയ്യുന്ന സമയത്ത് വയ്യണ്ട, സർജറി കഴിഞ്ഞ് 4 മാസമായപ്പോൾ ജോലിക്ക് കയറിയതാണ്. അപ്പോഴൊക്കെ ദേഹത്തൊക്കെ നീരിറങ്ങുമായിരുന്നു. ഞാൻ സാരാക്കാറില്ല, കാരണം എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അന്ന് ഞാൻ പറയില്ലേ, ഈ ലിവർ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടുകാരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ കൊച്ചിൻ്റെ വീട്ടുകാരെ വെറുതെ വിട്ടില്ലെങ്കിലോ ഒന്ന് പേടിച്ചിട്ട്, കാരണം അന്ന് അത്രയും പ്രശ്നമായിരുന്നു. അതുകൊണ്ടല്ല, പേടിയുണ്ട് എനിക്ക്. അതുകൊണ്ട് അത്രയും ഞാൻ കെയർ ചെയ്ത് എൻ്റെ ജീവിതം, കാരണം ആരും നോക്കാനില്ല. 1 മാസത്തോളം ഒരു വീട്ടിലൊരു ജോലിക്കാരി വെച്ചായിരുന്നു ഞാൻ. അത് പക്ഷേ അതിനവർക്ക് ശമ്പളം എങ്ങനെ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ തന്ന പൈസയാണ്. അന്ന് ഒരുപാട് പേര് എനിക്ക് 5000, 2000, 10000 ഒക്കെ വെച്ച് തന്നായിരുന്നു. അന്നത്തെ എൻ്റെ ശമ്പളവും അതായത് എനിക്ക് കിട്ടുന്ന ആ പൈസയില എൻ്റെ ആഹാരവും, അന്ന് എനിക്ക് ആഹാരം നിറയെ അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല, ജോലിക്കാരിയുടെ ആഹാരവും അവരെ പൈസയും ഒക്കെ കൊടുത്തത്. ഞാൻ സഹോദരനും കൂടെ ഉണ്ടായിരുന്നു. അവനൊരു കൈയില്ലാത്തത്, കാലും ഫ്രാക്ചർ. അപ്പോൾ അവനാണ് എന്നെ സംരക്ഷിക്കുന്നത്. അതായത് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരാനും ഒക്കെ അവനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവനും ഒക്കെ ആയിട്ടാണ് അന്ന് മുന്നോട്ട് പോയത്. അപ്പോൾ കിട്ടുന്ന പൈസ ഇല്ല, അതൊരു 6 മാസമൊക്കെ പോയിട്ടുള്ളൂ ഞാൻ ചെക്കപ്പിനൊക്കെ. പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല. ഇപ്പം ഞാൻ എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും, വയ്യാണ്ടാവും, അദ്ദേഹത്തിന് നീരിറങ്ങും. നമ്മൾ ഡോക്ടർ പറഞ്ഞ് വെയിറ്റൊന്നും എടുക്കണ്ട. പക്ഷേ വെയിറ്റ് എടുക്കാതിരിക്കാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ ജോലിയാകുമ്പം എന്തായാലും വെയിറ്റ് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സാരാക്കാറില്ല, കുറച്ച് മരുന്ന് കഴിക്കും. അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല, കഴിച്ച് കഴിഞ്ഞാൽ വയറ് പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആയുർവേദത്തിലോട്ട് മാറി, ആയുർവേദ മരുന്ന് കഴിക്കും. ഇപ്പം ബാക്ക് പെയിൻ, ഇപ്പം എനിക്ക് ഒട്ടും വയ്യ, ശരിക്കും പറഞ്ഞാൽ നടുവിന് വേദനയും ഒക്കെ ആയിട്ട് വയറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഫുഡ് പിടിക്കത്തില്ല, അത് ദഹിക്കത്തില്ല പെട്ടെന്ന്. അതെന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ജോലിക്ക് പോകാതിരിക്കാൻ വയ്യാണ്ട് കിടന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വാടക ഇപ്പം തന്നെ പെൻഡിങ് ഉണ്ട് എനിക്ക് ഓൾറെഡി. അതുകൊണ്ട് മാക്സിമം വയ്യെങ്കിലും ജോലിക്ക് വരും. തീരെ പറ്റൂല എന്ന് കണ്ടു കഴിഞ്ഞാൽ കിടക്കും. പിന്നെ ഒന്നി കടം വാങ്ങിച്ച് വാടക കൊടുക്കണം, അല്ലെങ്കിൽ വാടകക്കാരടുത്ത് ഓണറടുത്ത് പെൻഡിങ് പറയണം. ഇപ്പം തന്നെ 3-4 മാസത്തെ വാടക പെൻഡിങ് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് ഈ ചെറിയ കപ്പക്കച്ചവടം ചെയ്യാൻ പോയി. അത് സൈഡായിട്ട് അത് ചെയ്തിട്ടും രക്ഷപ്പെടാൻ പറ്റില്ല. കുറേ നഷ്ടം വന്നെനിക്ക്, ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ ഒരുപാട് നഷ്ടം വന്നെനിക്ക് അതിൽ തന്നെ. പിന്നെ അതങ്ങ് നിർത്തി വെച്ച്. പിന്നെ വീട്ടുജോലിക്ക് പോകുമ്പം നിന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല, നടുവേദനയും ഒക്കെ ആയിട്ട് പ്രശ്നമാണ്. എന്തായാലും മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് ഇതാണ്. ആ പിഞ്ചു കുഞ്ഞിന് ആ സമയത്ത് കരൾ കൊടുക്കാൻ ചേച്ചി തയ്യാറായി. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനൊരു പുതുജീവൻ കിട്ടി. പക്ഷേ ഇപ്പോൾ ചേച്ചിയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമാണ്, നടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ ഒരുപാട് ബുദ്ധിമുട്ടും ചേച്ചിക്കുണ്ട്. ആ കരൾ കൊടുക്കുന്ന സമയത്ത് ഫാമിലിയും ബന്ധുക്കളും ഒക്കെ ചേച്ചിക്ക് എതിരായിരുന്നു. ഇപ്പോൾ ആ ഫാമിലിയൊന്നും ചേച്ചിയോടൊപ്പം ഇല്ല. ഒരു പുതിയ വീടിൻ്റെ പണി പാതിയിൽ പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. ആ വീട് മുന്നോട്ട് പണി കഴിപ്പിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളും ചേച്ചിക്കുണ്ട്. ഒരുപാട് വിഷമങ്ങളുണ്ട്. ചേച്ചി ഇപ്പോൾ ഹെൽത്ത് സെൻ്ററിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ഒറ്റ വാക്കുകൊണ്ട് എനിക്ക് പറയാൻ എനിക്ക് സാധിക്കില്ല, കാരണം ഒരുപാട് വിഷമങ്ങളുണ്ട്. എന്തായാലും പ്രേക്ഷകരൊക്കെ കണ്ടു, ചേച്ചി കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് സംസാരിച്ചത്. ഇനി അങ്ങോട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.